ഇന്നൊരു ഹോം മെയ്ഡ് ചോക്കോ ചിപ്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 125 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇത് മെൽറ്റാക്കി എടുക്കുന്നത്. കണ്ടോ, അടിയിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്കാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്ന പാത്രം അല്ലെങ്കിൽ ബൗളിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇത് മെൽറ്റായി കിട്ടില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കണ്ടോ, ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ നന്നായിട്ടങ്ങ് മെൽറ്റായി കിട്ടും. ചെറിയ ലംസ് ഉണ്ടെങ്കിലും അതെല്ലാം അങ്ങ് ആ ഒരു ചൂടിൽ കിടന്ന് മെൽറ്റായിക്കോളും. ഓവറായിട്ട് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ഈ ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നില്ല, മൈക്രോവേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ ചോക്ലേറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കണം. തണുത്താൽ കുറച്ചൊന്ന് കട്ടിയാകും. അപ്പോൾ ഇതാ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബട്ടർ പേപ്പർ എടുക്കുക, അതിലേക്ക് ഓരോ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തണുക്കണമെന്ന് പറഞ്ഞത്, തണുക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ഇടുന്ന സമയത്ത് അതങ്ങ് പരന്നു പോകും. കുറച്ചൊന്ന് കട്ടിയായി കഴിഞ്ഞാൽ ഒരു ഡ്രോപ്സ് ഇട്ടാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനാണ്. ഒരുപാട് അങ്ങ് തണുക്കൊന്നും വേണ്ട. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും എടുക്കാം. ഇനി മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലൊന്നും വേണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തപ്പോൾ തന്നെ കുറേ ഇളകി പോകുന്നത്. തന്നെ ഇതിങ്ങനെ ഇളകി വരും, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കിയെടുക്കാം. ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താലും ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫുൾ എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹോം മെയ്ഡ് ചോക്കോ ചിപ്സ്. ഇപ്പോൾ ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ. അപ്പോൾ ഇനി വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് വേണ്ടതെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് എടുക്കുക. അതിനുശേഷം ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത് കുക്കീസിനും ഐസ്ക്രീംസിനും ഒക്കെ ടോപ്പിംഗ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.